അങ്ങനെ 2 വർഷം പോയതേ അറിഞ്ഞില്ല. നന്ദൂട്ടൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അതും നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലല്ലേ എല്ലാവരോടും ഒന്ന് ഒത്തുചേരുകയും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ദിവസങ്ങളൊക്കെ മാക്സിമം ആഘോഷമാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കൂടെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വെളിയിലൊന്നും പോവണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കേക്കൊക്കെ ഉണ്ടാക്കി, നിവിക്കാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം. നന്ദൂട്ടൻ കേക്ക് കട്ട് ചെയ്യുന്നതിലും കൂടുതൽ ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുന്നതാട്ടോ കേട്ടോണ്ടിരുന്നത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്തു. കൂടുതലും ഡ്രസ്സ് തന്നെ ആട്ടോ കിട്ടിയത്. അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തു. ഞാൻ കുഞ്ഞിന് കൊടുത്തതൊരു ബാഗാണേ. നിവി സ്കൂളിൽ പോകുമ്പം ആ ബാഗിന് വേണ്ടി അവൾ അടിയിടാറുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്കൊരു ബാഗാണ് മേടിച്ചത്. പിന്നെ ലച്ചൂട്ടനും നന്ദൂട്ടനും നിവിക്കും ഒരു ഹാൻഡ് ബാഗും മേടിച്ചിട്ടുണ്ട് ഒരുപോലത്തെ. ചെറിയ ഗിഫ്റ്റാണെങ്കിലും അത് ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുമ്പോഴല്ലേ എല്ലാവർക്കും ഒരു സന്തോഷം. കാരണം അത് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് എന്താണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടല്ലേ. മാത്രമല്ല അവർക്കും സന്തോഷം അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞാണ് കൊടുത്തത്. ചേട്ടൻ കൊടുത്തത് ഒരു കുഞ്ഞ് ടേബിളാട്ടോ. നിവിക്ക് സ്റ്റഡി ടേബിൾ മേടിച്ചപ്പോൾ മുതൽ അത് നിവിയെക്കാട്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് നന്ദുവാണേ. അങ്ങനെ നന്ദുവിന് കുഞ്ഞൊരു ടേബിളും മേടിച്ചു. നന്ദു അത് കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾ അന്നേരം തന്നെ അതിൽ ഇരിപ്പ് ഉറപ്പിച്ചു. എന്തായാലും എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ടാട്ടോ പിരിഞ്ഞത്. ബൈ.